ഇലോൺ മസ്ക് മഞ്ഞുരുക്കം. ലൈംഗിക അപവാദ കേസിൽ ട്രംപിന് ബന്ധമുണ്ടെന്ന പോസ്റ്റ് എക്സിൽ നിന്ന് പിൻവലിച്ച മസ്കിന്റെ പിന്മാറ്റം കരാറുകളെല്ലാം റദ്ദാക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസ്. തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തത് മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിക്കാർ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങാൻ നിർദ്ദേശിച്ചത് ദിയ കൃഷ്ണയെന്നും ജീവനക്കാർ. ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പേയ്മെന്റ് അയക്കുന്ന ദൃശ്യങ്ങളാണത്. ദിയയുടെ അനുവാദത്തോടെയും നമ്മളത് ചെയ്തത്. പക്ഷെ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ അത് ദിയ പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്ന്. പണം തട്ടിയത് ജീവനക്കാരികൾ സമ്മതിച്ചതാണെന്ന് കൃഷ്ണകുമാർ. ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാറും പോലീസിൽ പരാതി നൽകി. സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. നമ്മുടെ ഇത് പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിന്റെ എല്ലാത്തിന്റെയും ഡിജിറ്റൽ എവിഡൻസ്. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി CPI. തൃശൂരിൽ ദേശീയ പതാകയുമായി വൃക്ഷത്തൈ നട്ട് ബിനോയ് വിശ്വം. രാജ്ഭവനെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാനുള്ള വേദിയാക്കാൻ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. വി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബ ചിത്രത്തിൽ പൂജ നടത്തിയുള്ള BJP പ്രതിഷേധം തടഞ്ഞ CPI പ്രവർത്തകർ. ഇടുക്കിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് 7 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് ഇരട്ടയാർ പഞ്ചായത്ത് അംഗം രതീഷിന്റെ കടയിൽ നിന്ന്. രതീഷും ഒഡീഷ സ്വദേശികളായ 2 പേരും അറസ്റ്റിൽ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ആശംസകൾ കൈമാറിയും പ്രാർത്ഥനകളിൽ പങ്കെടുത്തും വിശ്വാസികൾ. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും പരാമർശിച്ച പാളയം ഇസ്ലാം ഇമാമിന്റെ ബലിപ്പെരുന്നാൾ സന്ദേശം. കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. പൈശാചികം, മനുഷ്യത്വരഹിതം എന്ന് ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തലപ്പത്ത് രാജി. പ്രതി ചേർക്കപ്പെട്ട സെക്രട്ടറിയും ട്രഷററും രാജിവെച്ചു. വിരാട് കോഹ്ലിക്കെതിരായ പരാതിയിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ബംഗളൂരു പോലീസ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി ആവശ്യം ശക്തമാക്കി BJP. ഉത്തരാഖണ്ഡിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഹെലികോപ്റ്റർ നടുറോട്ടിലിറക്കി. അപകടം രുദ്രപ്രയാഗിൽ. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ സുരക്ഷിതർ. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളം യാത്രാമൊഴിയേക്കി. സംസ്കാരം ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. KPCC ആസ്ഥാനത്തെത്തി അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രി. ആദരാഞ്ജലികൾ അർപ്പിച്ച് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്ത് വിവാഹ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ യുവതി അറസ്റ്റിൽ. വിവിധ ജില്ലകളിൽ നിന്നായി യുവതി കബളിപ്പിച്ചത് 10-ലധികം പേരെയെന്ന് പോലീസ്. പിടിയിലായത് 7ാമത്തെ വിവാഹത്തിന് തൊട്ടുമുൻപ്.